കുഞ്ചാക്കോ ബോബന്റേതായിട്ട് അടുത്ത വർഷം വരാനിരിക്കുന്ന ആദ്യത്തെ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പടമാണ്. ലിസ്റ്റിൻ സ്റ്റീഫനൊപ്പം ചാക്കോച്ചനും നിർമ്മാതാവായിട്ടുള്ള ഈ സിനിമ ഈ അടുത്ത് വിവാദത്തിൽ ചെന്ന് വെട്ടത് സിനിമയുടെ ക്രിസ്മസ് പോസ്റ്ററിൽ സംവിധായകന്റെ പേരില്ല എന്ന കാര്യം കൊണ്ടാണ്. ദിലീഷ് പോത്തനും സജിൻ ഗോപുവും കൂടെ സംവിധായകൻ ചിദംബരവും അഭിനയിക്കുന്ന ഈ പടം മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ മിക്കവാറും കുഞ്ചാക്കോ ബോബന്റെ 2026 ആദ്യത്തെ സിനിമയായിട്ട് വരാൻ സാധ്യതയുണ്ട്. എഡിറ്റർ കിരൺ ദാസ് സംവിധായകനാകുന്ന ഷാഹി കബീർ രചന നിർവഹിച്ചിട്ടുള്ള സിനിമ കുഞ്ചാക്കോ ബോബന്റേതായിട്ട് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പനോരമ സ്റ്റുഡിയോസ്, ടി സീരീസ് മുതലായ നിർമ്മാണ കമ്പനികളാണ് ഈ സിനിമയെ പിന്തുണയ്ക്കുന്നത്. ലിജോ മോൾ ജോസ് ആണ് ഇതിലെ നായിക. മാത്തുക്കുട്ടി സേവിയർ ഒരുക്കുന്ന പീരിയഡ് സെറ്റിംഗിലുള്ള സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലിയോടൊപ്പം ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. E4 എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ഷാഹി കബീർ രചന നിർവഹിക്കുന്ന ഒരു കുഞ്ചാക്കോ ബോബൻ സിനിമ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ അടുത്ത് നടന്ന ക്ലബ് FM ഇന്റർവ്യൂവിൽ അടുത്ത സിനിമ പോലീസ് പടമല്ല എന്ന രീതിയിലാണ് ജിത്തു അഷ്റഫ് പറഞ്ഞത്. ഇതുകൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ സിനിമയായിട്ടുള്ള പേട്രിയറ്റിലും ചാക്കോച്ചൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്.